കൊക്കിന് കറി വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വരുന്ന വരുത്താണ് കേട്ടോ ഇത്. പക്ഷേ ഞങ്ങൾ കൊക്കിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ നോക്കിയേ, ഇന്ന് ഞങ്ങൾ തേങ്ങ വലിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കൊക്കിന് ഇവിടെ പരിക്ക് പറ്റിയതായിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ ആളെ പിടിക്കാൻ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്നു. ആളെ കൈക്ക് നല്ല പരിക്കുണ്ട്. ചെറിയ കൊക്ക് കൂട്ടിയാട്ടോ, കറി വെക്കാനൊന്നും പറ്റുന്നതല്ലേ. പിന്നെ ഞങ്ങൾ അങ്ങനത്തെ ഒന്നും കഴിക്കാറുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആളെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ആളെ പിടിച്ചു, എന്താണ് പരിക്ക് നോക്കിയിട്ടോ. ചിറകിന് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് പേടി ഉണ്ടായിരുന്നു പിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ക്ഷീണം ബാധിച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്ക് തീരെ വയ്യാണ്ടായിട്ടുണ്ട്. ആളെ കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ട് ഇങ്ങോട്ട് തെറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അവിടെ തൊടുമ്പോൾ ആൾക്ക് നല്ല പെയിൻ ഉണ്ട്. എൻ്റെ എല്ല് പൊട്ടി വേറെ ആയതുകൊണ്ട് തന്നെ ആൾക്ക് മരുന്ന് വെച്ച് കൊടുത്തിട്ട് പോലും രക്ഷപ്പെടുന്നൊന്നും വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല കേട്ടോ. കാരണം മരുന്നൊന്നും ഏൽക്കും തോന്നുന്നില്ല ഈ ഒരു സംഭവത്തിന്. പിന്നെ ആൾക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടും ഫുഡ് വെച്ച് കൊടുത്തിട്ടും ആൾ കുടിക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഇക്ക കയ്യിൽ വെള്ളം ആക്കിയിട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ ആളെ മുന്നിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ, ഒറ്റയ്ക്ക് കുടിക്കുമോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആളെടുത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ആൾ കുടിക്കുന്നേ. കുറച്ചൊക്കെ വെള്ളം ഇക്ക കുടിപ്പിച്ചതിന് ശേഷം താഴത്തിറക്കി വിട്ടു കേട്ടോ. ആളത് അവിടെ പോയിട്ട് പതുങ്ങി നിൽക്കുന്നുണ്ട്, നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആൾ നായ്ക്കളെ പേടിച്ചിട്ടാണ് വിറകിൻ്റെ അടിയിൽ പോയി പതുങ്ങി നിന്നിരുന്നത്.